പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ വിശ്വാസിയുടെ മനസ്സിനകത്തേക്ക് കടന്നു വരുന്നത് മുത്തുനബിയാണ്. സഫർ വന്നാൽ തന്നെ എല്ലാവരും ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സന്ദേശങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഓടി നടക്കും. റബീഉൽ അവ്വൽ കടന്നു വരികയാണ് എന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരുപാട് നന്മയുടെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കും. നന്മയുടെ തീരങ്ങളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടും. എൻ്റെ പ്രിയമുള്ളവരെ, അതിന് വേണ്ടിയിട്ട് എല്ലാവരും അൽഹംദുലില്ലാഹ് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ബന്ധത്തെ എങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു മനുഷ്യനെ എങ്ങനെ അടുക്കാം എന്നതിന് വേണ്ടിയിട്ട് മനുഷ്യരിങ്ങനെ പരിശുദ്ധ റബീഉൽ അവ്വൽ വന്നാലും ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു സമയമാണ്. പള്ളികൾ മൗലിദ് കൊണ്ടും ഹബീബിന്റെ മദ്ഹുകളെ കൊണ്ടും ഹബീബിന്റെ പ്രകീർത്തനങ്ങളെ കൊണ്ടും അവിടുന്ന് ധന്യമാക്കുന്ന ഒരു പവിത്രമായ പുണ്യമായ സമയം അല്ലെ, ഒരു പുണ്യമായ മാസം. ഓരോ പള്ളി മിനാരങ്ങളിലൂടെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ കൊണ്ട് ഓരോ നാടുകളും പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു രാത്രികൾ, ഒരു സമയങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്രത്തോളം മഹബ്ബത്ത് വെക്കാൻ, സ്നേഹിക്കാൻ എന്താണ് കാരണം? എൻ്റെ പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്, അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ മുഴുവനും സൃഷ്ടിച്ചത്, ഈ പറയുന്ന എന്നെ സൃഷ്ടിച്ചത്, എന്നെ കേൾക്കുന്ന നിങ്ങളെ സൃഷ്ടിച്ചത്, ഈ ഭൂമി ലോകത്തുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിച്ചിട്ടുള്ളത് ഇത് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്, അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. അത് ഹബീബും മെഹബൂബും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ബന്ധമാണ്, ഒരു വലിയ സന്ദേശമാണ്, ഒരു വലിയ ഉറവിടമാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇസ്റാ മിഅ്റാജിന്റെ യാത്രയെ കുറിച്ചിട്ട് നമുക്കറിയാം. അതും ഹബീബും മെഹബൂബും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധമായിരുന്നു. ആ ഒരു ബന്ധമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മളും കാണിക്കേണ്ടത്. അല്ലാഹും റസൂലും വല്ലാത്ത സ്നേഹമാണ്, അവർ കാണിക്കുന്ന സ്നേഹബന്ധമുണ്ട് അല്ലെ. അല്ലാഹ് തന്നെ പറഞ്ഞു, മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത്, അത് ഈ പരിശുദ്ധമായ ഈ ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ സൃഷ്ടിക്കപ്പെട്ടത് മൊത്തം അനുഗ്രഹമായിട്ടാണ്. അത്രത്തോളം സ്നേഹം റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് അല്ലെ. അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് ഒരു പ്രകാശം ഉണ്ടല്ലോ, ഈ പ്രകാശത്തെ അല്ലാഹു തആല ഒരുപാട് മുമ്പ് അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ മനുഷ്യരിലേക്ക് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അത് മനുഷ്യരൂപത്തിൽ തന്നെ ഇറങ്ങിയിട്ട് വരേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനുഷ്യന് ഭാഷ അറിയുന്നത് മനുഷ്യൻ്റെതാണ്, കോലം അറിയുന്നത് മനുഷ്യൻ്റെതാണ്. അതുകൊണ്ട് മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്നാലാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനുഷ്യരൂപത്തിലാക്കിയിട്ട് ഈ സമൂഹത്തിന് അല്ലാഹു തആല സമ്മാനിച്ചത്. അത് വലിയൊരു പ്രകാശമാണ്, വലിയൊരു നിധിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസം പോലും അവിടുന്ന് ലോകത്തിന് അനുഗ്രഹമായിരുന്നു അല്ലേ. ആദിമാരവിടുന്ന് പറയുന്നുണ്ടല്ലോ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി എങ്ങാനും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ, എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പറയുകയാണ്,
എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴാണ് ഞാനിങ്ങനെ സൂചി ഒരങ്ങനെ നൂല് കോർത്തൊരു എൻ്റെ വസ്ത്രം ഇങ്ങനെ തുന്നുകയായിരുന്നല്ലോ. ആ റസൂല് വീട്ടിലേക്ക് കടന്നു വന്നു. എൻ്റെ കയ്യിൽ നിന്നപ്പോ സൂചി അങ്ങ് താഴത്ത് വീണിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോൾ റസൂലുള്ളാഹിന്റെ ശരീരത്തിലുള്ള ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം കൊണ്ട് നിലത്ത് കിടക്കുന്ന ആ സൂചി ഇങ്ങനെ തെളിച്ചത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ വിയർപ്പ് എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് മരുന്നായിട്ട് സുഗന്ധമായിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ അവിടുന്ന് ശേഖരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലുള്ള വിയർപ്പ് പോലും അവിടുന്ന് സുഗന്ധമായിരുന്നു, നന്മയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എങ്ങനെയും ഈ സമൂഹത്തിന്റെ അനുഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയണം. ജീവിതത്തിൽ നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുത്തുനബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേട്ടിട്ട്, അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് കേട്ടിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനസ്സിലായോ? അവിടുത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയും, ചരിത്രങ്ങൾ പറയും, ഹദീസുകൾ പറയും, എല്ലാം നമ്മൾ പറയും. എന്നിട്ട് അവിടുത്തെ ജീവിതത്തിന്റെ എല്ലാം നമുക്കറിയാം. ഇന്ന് അടുക്കളയിലും വഅലാണ്, എല്ലാത്തിലും വഅലുകളാണ്, ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങളാണ്, ദിക്റിന്റെ മജ്ലിസുകളാണ്. പക്ഷേ ദിക്റും ചൊല്ലും വഅലും കേൾക്കും, എല്ലാം കേൾക്കും. പക്ഷേ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നതും പറയുന്നതും ആ റസൂലുള്ളാഹിന്റെ ചരിത്രം പറയുമ്പോൾ ആ ചരിത്രത്തിൽ നിന്നൊരു ഗുണപാഠം നമുക്കുണ്ട് അല്ലേ. നമ്മുടെ മജ്ലിസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന കാര്യം എന്താ? അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഇൽമ് നീ നാഫിയാക്കി തരണേ, അല്ലാഹ് ഉപകാരപ്രദമുള്ളതാക്കി തരണേ എന്നാണ് അല്ലേ. അല്ലേ? അങ്ങനല്ലേ നമ്മൾ ദുആ ചെയ്തിട്ട് തുടങ്ങുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നൊരു 3 കാര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ ജീവിതത്തിൽ നാഫിയാക്കി തരണം. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒന്ന് ആമീൻ പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തി കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുമുണ്ട്. അല്ലാഹു തആല നമുക്ക് നൽകുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ 3 സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമ്മൾ സംശുദ്ധമാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത നല്ലൊരു ജീവിതം നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. ഒരാളും തന്നെ നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്, നമ്മുടെ ഒരു കാര്യങ്ങളെ കൊണ്ടും ഒരാളും വേദനിക്കാൻ പാടില്ല. ഒരാളും തന്നെ വേദനിച്ചു പോകാൻ പാടില്ല. ഒരാളും അവിടെ നിന്ന് കരയാൻ പാടില്ല. നമ്മളെ കൈ കൊണ്ടോ നമ്മുടെ നാക്ക് കൊണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ അവർ പ്രയാസപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, സലാസത്തുൻ മൻ കുന്ന ഫീഹി, 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ കുന്ന ഫീഹി, ഒരാളിലെങ്ങാനും ഉണ്ടായി കഴിഞ്ഞാൽ,
ഈ 3 സ്വഭാവം ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായാൽ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഹിസാബ് എളുപ്പമാക്കി കൊടുക്കുകയാണ്. മാത്രമല്ല വഅദ്ഖലഹുല്ലാഹുൽ ജന്നത ബിറഹ്മതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊണ്ട്, പടച്ച തമ്പുരാന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ആ മനുഷ്യന് അല്ലാഹു തആല പരിശുദ്ധമായ സ്വർഗ്ഗം കൊടുക്കുകയാണ്. ഇങ്ങനത്തെ 3 കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. എന്താ റസൂൽ പറഞ്ഞത്? 3 കാര്യമാണ്. ഈ ഒരു കാര്യം 3 ഒരാളിലുണ്ടായാൽ അവനിക്ക് അല്ലാഹു തആല ഹിസാബ് എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല അവനിക്ക് സ്വർഗ്ഗം കൊടുക്കും, പ്രവേശനം കൊടുക്കും. അല്ലേ? ആർക്കാണ് നമ്മൾ ദുനിയാവിൽ നമ്മൾ പണിയെടുക്കുന്നത് എന്തിനാ? ദുനിയാവിൽ വെച്ചിട്ട് നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനാ? നോമ്പെടുക്കുന്നത് എന്തിനാ? നന്മകൾ ചെയ്യുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ സ്വർഗലോകത്തിനാണ്. ഇവിടെ ജീവിക്കുന്നതിന്റെ, എപ്പോഴും പറയുന്നത് പോലെ, ഇവിടെ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം ചോദിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആദ്യം കടന്നു വരുന്നത് അള്ളാഹിന്റെ പരിശുദ്ധ സ്വർഗലോകത്ത് കിടക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ ലിഖാ കാണണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അല്ലെ? ആ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും എൻ്റെ പ്രിയമുള്ളവരെ ഭൂമി ലോകത്ത് ഉണ്ടാകൂല. ഇവിടെ ജീവിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നു, ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ ഹിസാബ് അല്ലാഹു എളുപ്പമാക്കുകയാണ്. എന്താ മഹ്ശറിന്റെ അവസ്ഥ? എന്താ മഹ്ശറ? അവിടെയാണല്ലോ നമുക്ക് ഹിസാബുള്ളത്. അല്ലേ? അല്ലാഹുവേ, പടച്ചറബ്ബേ, ചെമ്പിന്റെ തറയാണല്ലോ, ചെമ്പിന്റെ തറയാണല്ലോ മഹ്ശറയിലുള്ളത്. അല്ലാഹുവേ, പടച്ചറബ്ബേ, അവന്റെ കാലിങ്ങനെ ചുട്ടുപൊള്ളും ഒരു ചാണകല കത്തിച്ചൊലിക്കുന്ന സൂര്യനിങ്ങനെ നിൽക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ എല്ലാ നന്മകളും തിന്മകളും അവനിക്ക് കാണിക്കുകയാണല്ലോ. പിന്നീട് അവന്റെ കൈകാലുകൾ, അവന്റെ നാക്ക്, പടച്ചറബ്ബേ, പിന്നീട് കൈകാലുകളാണ് സംസാരിക്കുന്നത്, വിരലുകളാണ് സംസാരിക്കുന്നത്, കണ്ണാണ് സംസാരിക്കുന്നത്. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലാ യൻഫഉ മാലും വലാ ബനൂൻ. നാളെ പരലോകമെന്ന് പറയുന്നത് അല്ലാഹുവേ, ഖുർആൻ പറയാണ്, അവന്റെ മക്കളും അവന്റെ സമ്പത്തുമൊക്കെ ഉപകരിക്കാത്തൊരു ദിവസമാണ് അവനിക്ക്. ഉപകരിക്കുന്ന ഒരു സമയവും ഉണ്ട് അവിടെ തന്നെ. ചില ആളുകൾക്ക് ഉപകരിക്കും, ചില ആളുകൾക്ക് ഉപകരിക്കൂല. ഉപകരിക്കുന്നവർ ആരാണ്? വേണ്ട രൂപത്തിൽ സമ്പത്ത് അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചവർ. അല്ലേ? ഇനി ആരാണ്? മക്കളോ? വേണ്ട രൂപത്തിൽ മക്കൾക്ക് തർബിയത്ത് കൊടുത്ത് വളർത്താത്തവർ. അല്ലേ? മക്കളെ കൊണ്ട് പരാജയപ്പെട്ട ആളുകളാണ് അവർ. എൻ്റെ പ്രിയമുള്ളവരെ, അതാ വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഫാസമൻ വജദ മൗദിഅ ഖദമൈഹി. നാളെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ആ വൻസഭയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അവൻ്റെ കാലൊന്ന് ആ മഹ്ശറയിൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ട് ശരിക്കും നിൽക്കാൻ കഴിയുമെങ്കിൽ അവൻ അല്ലാഹുവേ, പടച്ച റബ്ബേ, അല്ലാഹുവേ, അവനാണ് നാളെ മഹ്ശറയിൽ വിജയിച്ചവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. നമ്മൾ പറയില്ലേ, ഒന്ന് കാലൊന്ന് അവനിക്ക് എനിക്കൊന്ന് ശരിക്കും നിൽക്കാൻ കിട്ടിയെങ്കിൽ. നമ്മുടെ നാട്ടിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ, നമ്മൾ ബസ് കയറിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര തിരക്കാണ് ബസ്സിൻ്റെ ഉള്ളിൽ. നമ്മളെന്ത് പറയും?
നമ്മളെന്താ പറയുക, ഒന്ന് കാല് വെക്കാൻ ഇടല്ല എന്ന് പറയില്ലേ, ഒന്ന് കാലെങ്കിലും ശരിക്കൊന്ന് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയില്ലേ, ശരിക്കും നിൽക്കായിരുന്നു എന്ന് പറയില്ലേ. മഹ്ശറയുടെ അവസ്ഥ അതാണ്. അള്ളാഹുവിനെ അറിയാത്ത ആളുകൾക്ക്, അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ആളുകൾക്ക് ആ പടച്ച തമ്പുരാന്റെ മഹ്ശറയിൽ അവനക്ക് കാലൊന്ന് ശരിക്ക് വെച്ചിട്ട് പോലും നിൽക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹ്ശറയുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലും ബിഅദാബിൻ വാഖിഅ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ് تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة في يوم كان مقداره 50,000 سنة. വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കാൻ 50,000 കൊല്ലത്തെ ദൈർഘ്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആ പരിശുദ്ധമായ മഹ്ശറയുടെ ഒരു ദിവസത്തിനെന്ന് അതാ വിടുന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ പരിശുദ്ധമായ മഹ്ശറയുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കെൻ്റെ പ്രിയമുള്ളവരെ, എത്രത്തോളമാണ്. ആ മഹ്ശറയിൽ രക്ഷപ്പെടാനുള്ള വഴികളാണ് അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 3 കാര്യങ്ങളായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. നിന്റെ മഹ്ശറയെ കുറിച്ച് ഞങ്ങളോട് പറയുമ്പോൾ, അത് ഞങ്ങൾ കേൾക്കുമ്പോൾ പടച്ചവനെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലാ. അത്രത്തോളം വേദനാജനകമാണ് അല്ലാ. നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മഹ്ശറയിൽ നിൽക്കുന്ന ജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാൻ, യാ റബ്ബി ഇർസാലുക ബി ഇലന്നാർ. പടച്ചവനെ, ഞങ്ങളുടെ സിട്ടാവായ അല്ലാഹ്, ഈ മഹ്ശറയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല റബ്ബേ. ലേ, ഈ മഹ്ശറയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അല്ലാഹ്. അഹ്വനു മിമ്മാ അജിദു. ഈ മഹ്ശറയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നരകത്തിലേക്കെങ്കിലും ഞങ്ങളൊന്ന് പറഞ്ഞു വിടുമോ? നരകത്തേക്കെങ്കിലും ഒന്ന് പറഞ്ഞു വിടോ? ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല അല്ലാ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് മനുഷ്യര് നരകവാസികൾ അവിടുന്ന് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നന്മകളും നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ചിന്തകളൊക്കെ എടുത്തു നോക്കിയാൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ പാപക്കറകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നത് മുഴുവനും തെറ്റുകളല്ലേ, പാപങ്ങളല്ലേ? നമ്മൾ കാണുന്നതും പറയുന്നതൊക്കെ പാപങ്ങളല്ലേ? അല്ലേ? എന്നാലോചിച്ച് നോക്കുകയാണ്. അതൊക്കെ കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക്, നമ്മൾ മഹ്ശറയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കണ്ടേ? അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. നന്മകൾ ചിന്തിക്കാനും പറയാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹ്ശറയിലുള്ള ആളുകൾ വിളിച്ചു പറയുമത്രേ, അങ്ങനെ മഹ്ശറയിലുള്ള ആളുകൾ അങ്ങനെ വിളിച്ചു പറയുമത്രേ, പടച്ച തമ്പുരാനെ, നീ ഞങ്ങളെ മഹ്ശറയിലേക്കോ, ഈ മഹ്ശറയിൽ നിന്ന് നരകത്തിലേക്കോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കോ ഒന്ന് പറഞ്ഞു വിട് എന്നവിടുന്ന് ജനങ്ങൾ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ആ നരകത്തിൻ്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ആ നരകത്തിൻ്റെ ഉള്ളറയിലെ അവസ്ഥ
ആ മഅ്ശറയിൽ നിൽക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ പിന്നീട് അവനക്ക് അങ്ങനെ സംസാരിക്കാൻ, അവനക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു ബോധം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എന്താണ് ആ 3 കാര്യങ്ങൾ? ഇൻഷാ അല്ലാഹ് നമ്മൾ ആ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം പറയുന്നത് എൻ്റെ നഫ്സിനോടാണ്, പിന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഞാൻ ആദ്യം ശ്രമിക്കണം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സലാസത്തുൻ 3 കാര്യങ്ങളുണ്ട്, മൻ കുന്ന ഫീഹി, ഇതെങ്ങാനും ഒരാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അവന്റെ ഹിസാബ് അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുകയാണ്. വഅദ്ഖലഹുല്ലാഹുൽ ജന്നത ബിറഹ്മതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുകയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ എന്നറിയോ? ഒന്നാമത്തത് തുഅതി മൻ ഹറമക, നിനക്ക് എന്തെങ്കിലും നിന്റെ അയൽവാസിയോ നിന്റെ കൂട്ടുകാരനോ നിന്റെ കൂടപ്പിറപ്പോ നിന്റെ ബാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ബന്ധപ്പെട്ടവരാരാകട്ടെ നിന്റെ പരിചയക്കാരാരാകട്ടെ അവർ നിനക്കൊരു കാര്യം തടഞ്ഞു വെച്ചാൽ നീ അവർക്ക് വേണ്ടിയിട്ട് നിന്റെ ഭാഗത്തുള്ളത് നീ തടഞ്ഞു വെക്കാൻ പാടില്ല. ആ കാര്യം നീ ശ്രദ്ധിച്ചാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് നിനക്ക് വലിയ സ്ഥാനമാനമുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നിനക്ക് നീ നിന്റെ കൂട്ടുകാരനോടൊരു സഹായം ചോദിച്ചു, അവൻ നിനക്കത് ചെയ്തു തന്നിട്ടില്ല, അവൻ അതിൽ നിന്ന് മാറി അല്ലേ? നിന്റെ കൂട്ടുകാരന് നല്ലൊരു കുറി കിട്ടിയെന്ന് നീ അറിഞ്ഞു, 1,00,000 രൂപ കുറി കിട്ടിയെന്ന് നീ അറിഞ്ഞു, നിനക്കൊരു അത്യാവശ്യം വന്നു, അവൻ്റെ അടുത്ത് നീ സമ്പത്ത് കടം ചോദിച്ചു, അവൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലടാ, അവന് ക്യാഷ് എടുത്ത് വെച്ചിട്ടാണ് പറയുന്നത് എന്ന് ഇവനക്കറിയാം, നമുക്കറിയാം. പിന്നീട് നമ്മൾ കയ്യിൽ കുറച്ച് പണം വന്നു, നമ്മളുടെ ഈ സുഹൃത്ത് അന്ന് കടം ചോദിച്ച ഈ സുഹൃത്ത് നമ്മളെ മുമ്പിൽ വന്നിട്ട് പറയാനെടാ എനിക്ക് ഇന്നാലിന്ന രൂപയുടെ ആവശ്യമുണ്ടടാ, ഞാൻ പെട്ടിരിക്കുകയാണ്, നീ എനിക്കൊന്ന് സഹായിക്കുമോ, നീ എന്തെങ്കിലും എനിക്കൊന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിനകത്ത് അന്ന് ഞാൻ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്കത് തന്നിട്ടില്ല അല്ലേ അല്ലേ? ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായില്ലേ? നമ്മളെ വീട്ടിന്റെ അയൽവാസി, നമ്മുടെ അയൽപക്കത്ത് അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരില് അല്ലെ മുടിയളിച്ചിലുണ്ടായിരുന്നു, ഇറച്ചിക്കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മളെ പേരേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ പേരക്കുട്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ മകന്റെ അല്ലെങ്കിൽ നമ്മുടെ മകളുടെ മുടിയളിച്ചലിന് ഇറച്ചി നമ്മള് അവനക്ക് കൊടുക്കാതിരിക്കുക, അതുണ്ടാവാൻ പാടില്ല, കൊടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ നീ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മളൊക്കെ പ്രശ്നം അതാണ്, ഇങ്ങോട്ട് മുണ്ടിയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് മുണ്ടൂല, ഇങ്ങോട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് തരൂല. മനസ്സിലായില്ലേ? ഈ ഒരു സ്വഭാവം നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ ചിന്തയിൽ നല്ലോണം ഉണ്ട്. നമ്മുടെ ഈ ജീവിതത്തിലൊക്കെ പല ആളുകളുടെയും ജീവിതത്തിന്റെ പരാജയം അതാണ്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഒരുപാട് കഴിവുണ്ടാകും, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും, പക്ഷെ ഒന്നും അങ്ങോട്ട് ആകൂല. അതെന്തുകൊണ്ടാണ്? ഖൽബ് നന്നാവാത്തോണ്ടാണ്. മനസ്സിലായില്ലേ? ഈ ഒരു ചിന്ത, ഇങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പടച്ചോൻ നമ്മളങ്ങനെ പിടിച്ചു വെക്കും. അല്ലാഹു തആല നമുക്ക് ഇങ്ങനെ പരാജയങ്ങൾ തരും. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നിന്നോട് ബന്ധം മുറിച്ച ആളുകളോട് നീ ബന്ധം ചേർക്കലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിന്നോട് ബന്ധം മുറിച്ചു,
നിന്നോട് നിന്റെ കുടുംബക്കാരിൽ മിണ്ടാത്ത ആളുകളുണ്ട്, നിന്റെ വീട്ടിലേക്ക് വരാത്ത ആളുകളുണ്ട്. ഓൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലല്ലോ, ഞാൻ അവൻ്റെ അടുക്കും പോകൂല. പറയാൻ പാടില്ല. നമ്മളവിടെ ബന്ധം ചേർക്കുക ഇല്ലേ? അതല്ലേ അള്ളാഹു താല ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ബന്ധം മുറിച്ചവനോട് നമ്മൾ ബന്ധം ചേർക്കുക. എങ്ങനെ? ബന്ധം മുറിച്ചവനോട് നമ്മൾ ബന്ധം ചേർക്കുക. അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം അതാണ്. നിന്നോട് അക്രമം കാണിച്ചവരോട് നീ മാപ്പ് ചെയ്യലാണ്. എന്താണ്? നിന്നെ ഒരാൾ ആക്രമിച്ചാൽ പഠിച്ചവനെ ഞാനും എനിക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ പറയാം. നമ്മളെ ആക്രമിച്ചവർ, നമ്മുടെ മക്കളെ ആക്രമിച്ചവർ, ഇവരോട് നമ്മൾ അഫ്വ് ചെയ്യുക, നമ്മൾ പുറത്തു കൊടുക്കുക, അവർക്ക് മാപ്പാക്കി കൊടുക്കുക. ഇങ്ങനത്തെ ഒരു സ്വഭാവം, ഈ സ്വഭാവം 3 എണ്ണം എന്റെയും നിങ്ങളുടെയും മനസ്സിനകത്തുണ്ടായാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് സ്വർഗ്ഗമുണ്ട്. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു തആല അവനിക്ക് ഹിസാബ് എളുപ്പമാക്കി കൊടുക്കും. മാത്രമല്ല അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല അവനിക്ക് പരിശുദ്ധമായ സ്വർഗ്ഗലോകം കൊടുക്കും. എന്നിട്ട് പറയാണ്, ഒന്നാമത്തെ എന്താണ്? നമുക്ക് തടഞ്ഞവർക്ക് മുമ്പിൽ, നമുക്ക് പലതും തടഞ്ഞു വെച്ചവർക്ക് അല്ലെ നമ്മൾ കൊടുക്കുക, നമ്മൾ അവർക്ക് നൽകുക, അവരെ തടയാതിരിക്കുക. അതേപോലെ തന്നെ നമ്മളോട് ബന്ധം മുറിച്ചവർ, അവരുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുക. മൂന്നാമത്തെ കാര്യം, നമ്മ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് ചെയ്യുക, അവരോട് മാപ്പ് കൊടുക്കുക അവർക്ക്. ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി പറയാ, സ്വർഗ്ഗം ഉറപ്പാ. അല്ലാഹു തആല നമുക്ക് സ്വർഗ്ഗം നൽകട്ടെ. അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതാണ് ആ 3 കാര്യങ്ങൾ. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. മനസ്സിനകത്ത് കുറച്ചെങ്കിലൊക്കെ നന്മകൾ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മനസ്സിന്റെ നന്മയാണിത്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ.